LC ഫിലിംസിലെ ഏറ്റവും കൊടൂരനായ ഒരു വില്ലനായി മാറിയ റോളക്സ്, അതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ടായിരിക്കൂലേ? അതിന്റെ റീസൺ ദില്ലി ആയിരുന്നു. റോളക്സും ദില്ലിയും തമ്മിൽ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു. കൈദി 2-ൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് കൈദി 2-ന്റെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 ഞാൻ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ കൊടുത്തേക്കാം. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. ഒപ്പം ഹൈപ്പ് എന്ന് വരും, അതും കൂടെ ഒന്ന് കൊടുത്തേക്കുക. പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാം. കൂലിക്ക് ശേഷം കൈദി 2 ആണെന്നുള്ള രീതിയിലുള്ള അപ്ഡേറ്റ്സ് ഇങ്ങനെ വന്നിട്ട് അതങ്ങ് സ്റ്റക്കായി. കൈദി 2 ആണോ അതോ രജനി കമൽ ഫിലിം ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരു ടൈമാണ്. അതുകൊണ്ടാണ് ഞാൻ കൈദി 2-ന്റെ ഈ പാർട്ട് 2 വീഡിയോ കുറച്ചൊന്ന് ഡിലേ ആക്കിയത്. കൈദി 2-നെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യം ഞാൻ കഴിഞ്ഞ പാർട്ട് 1-ൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത് പുതിയ കുറച്ച് കാര്യങ്ങളാണ്. ഇതുവരെ ഇറങ്ങിയിട്ടുള്ള LC ഫിലിംസിലെ എല്ലാ ഫിലിംസും കൂടെ എടുത്തു വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൊടൂര വില്ലനായിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്ന ഒരു വില്ലനാണ് റോളക്സ്. വിക്രം, ദില്ലി, ഈ രണ്ട് ക്യാരക്ടേഴ്സുമായിട്ടാണ് റോളക്സ് ഫേസ് ടു ഫേസ് വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉള്ളത്. അത് ഫിലിംസ് വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവരാണ് കൂടുതൽ ചാൻസ്. ലിയോ എന്ന ക്യാരക്ടർ ഇതുവരെ റോളക്സുമായിട്ടൊരു ഡയറക്റ്റ് ചെയ്ത് വന്നിട്ടില്ല. ദില്ലി എന്നുള്ള ക്യാരക്ടറിനെയും റോളക്സ് എന്നുള്ള കൊടൂര വില്ലനെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു കോൺസെപ്റ്റ് സ്റ്റോറി, എൻ്റെ വെർഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാ. നമ്മളെ കൈദി 2-ന്റെ സ്റ്റോറിയിൽ കണക്റ്റായി വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതേ തരത്തിൽ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, റോളക്സ് വേഴ്സസ് ദാഹ. റോളക്സിനും ദില്ലിക്കും ഒരു പാസ്റ്റ് ഉണ്ട്. നമുക്ക് ഏറെക്കുറെ അറിയാവുന്ന ഒരു പാസ്റ്റ് ദില്ലിയുടേതാണ്. റോളക്സിനെ കുറിച്ച് നമുക്ക് ഒരു കാര്യങ്ങളും അറിയില്ല. ദില്ലിയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പാർട്ട് 1 വീഡിയോ കണ്ടവർക്ക് ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. ദില്ലി 10 വർഷം മുമ്പ് ജയിലിലാവുന്നതിന് മുമ്പ് ദില്ലിയുടെ ലൈഫിലേക്ക് വിജി എന്ന ക്യാരക്ടർ കടന്നു വരുന്നതിന്റെ മുമ്പായിട്ട് ഒരു കാലഘട്ടം ദില്ലിക്ക് ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ദില്ലി എന്ന് പറയുന്നത് നമ്മളെ മാസ്റ്ററിലെ JD ഒക്കെ പോലെ മൊത്തത്തിൽ ഒരു ലേസി പേഴ്സൺ ആയിട്ടുള്ള ചുമ്മാ അടികൂടി നടക്കുന്ന ഒരു ടൈപ്പ് ഒരു ക്യാരക്ടറാണ്. ദില്ലിയുടെ ഹോബി എന്ന് പറയുന്നത് ദില്ലി ഒരു കബഡി പ്ലെയർ ആണ്. ദില്ലിയുടെയും ടീമിന്റെയും നാട്ടിലേക്ക് പുതിയൊരു കബഡി ടൂർണമെന്റ് വരികയാണ്. ആ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ വേണ്ടി ദില്ലിയുടെ ടീം പോകുന്നുണ്ട്. അങ്ങനെ പുതിയൊരു ടീം ഓപ്പോസിറ്റ് വരുന്നു. നമ്മളെ ദില്ലി കളിക്ക് വേണ്ടി ഇറങ്ങുന്നു. ഓപ്പോസിറ്റുള്ള ഗ്യാങ്ങിലെ പ്ലേയേഴ്സിനെ നോക്കുന്ന സമയത്ത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഗുണ്ടകളെ പോലത്തെ ടൈപ്പ്, ഭയങ്കര മസിലും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള കുറെ ആൾക്കാരാണ് ആ കൂട്ടത്തിലുള്ളത്. ആ കൂട്ടത്തില് ഒരു പയ്യൻ മാത്രം അത്ര ഫിസിക്കൊന്നും ഇല്ലാത്ത ചെറിയൊരു പയ്യൻ, നമ്മളെ ദില്ലിയിലേക്ക് സൈസുള്ള ഒരു നോർമൽ പയ്യൻ. അങ്ങനെ ഒരു കബഡി മത്സരം നടക്കുന്നതിന്റെ ഇടയ്ക്ക് ആ ടീമിന്റെ കബഡി പ്ലേ എന്ന് പറയുന്നത് ഒട്ടും ഒരു പ്രൊഫഷണൽ അല്ലാതെ അവരതിനകത്ത് ഫൗള് കാണിച്ചുകൊണ്ടാണ് കൂടുതൽ പരിക്കുകളും കാര്യങ്ങളൊക്കെ ദില്ലിയുടെ ഗ്യാങ്ങിലുള്ള ഇവർക്ക് പറ്റുന്നുണ്ട്. ദില്ലി ഇത് നോട്ടീസ് ചെയ്യുന്നുണ്ട്. ദില്ലിയുടെ ഗ്യാങ്ങിലെ ഒരു പയ്യന്റെ കാലിനെ പിടിച്ച് ഒടിക്കും. ഇങ്ങനെ ആ ഒരു പ്ലെയർ ഇടയ്ക്ക് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ഫൈറ്റും ആവും. ആ ഒരു ടീമുമായിട്ട് വാക്ക് തർക്കം ഉണ്ടാവും. അങ്ങനെ വാക്ക് തർക്കം ഉണ്ടായതിനു ശേഷം അങ്ങനെ ഇവർ രണ്ട് സ്ഥലത്തായിട്ട് ഇരിക്കുന്ന സമയത്ത് ബാക്കിയുള്ളവന്മാരെല്ലാവരുമായിട്ട് വാക്ക് തർക്കം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ അത്രയും ഫിസിക് ഇല്ലാത്ത ഒരു പയ്യൻ, ആ പയ്യൻ വന്നിട്ട് ദില്ലിയുടെ അടുത്ത് ചോദിക്കും. ആ ഒരു കാലൊടിഞ്ഞ പയ്യൻ്റെ അടുത്തും പറയും, സോറി പറയുന്ന രീതിയിൽ സംസാരിക്കും. എന്നിട്ട് ഈ ഒരു കബഡി പ്ലേ അവിടെ വെച്ച് കട്ടാവും. അവർ അത് ഡ്രോപ്പ് ചെയ്തിട്ട് ആ രണ്ട് ടീമും രണ്ട് രീതിയിലായിട്ട് ആ ഒരു സീൻ അവിടെ വെച്ച് കട്ടായി പോകും. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ദില്ലിയിലെ ഗ്യാങ് ആ ഒരു ടീമായിട്ട് അവർ നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ ഇരിക്കുന്ന പോലെ ആ ഒരു ഫ്രണ്ട്സ് ഇങ്ങനെ ഇതായിരിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കബഡി ഗ്യാങ്ങിലുള്ള പയ്യൻ, എന്നാൽ കാലൊടിച്ച ആ പയ്യൻ ആ ദേഷ്യത്തിൽ ഓടിച്ചെന്ന് ഈ പയ്യനെ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ച് വെച്ചിട്ട് വാശി തീർക്കുന്നൊരിതുണ്ടല്ലോ. അപ്പൊ ദില്ലി ഓടിച്ചെന്നിട്ട് ഈ കൂട്ടുകാരെ പിടിച്ച് മാറ്റിയിട്ട് ഈ പയ്യൻ അന്ന് സോറി പറഞ്ഞതാണെന്നുള്ള രീതിയിൽ ഈ പയ്യൻ അടുത്ത് വീണ്ടും പറഞ്ഞു കൊടുക്കും. അപ്പം ഇവനത് മനസ്സിലായി, ഈ കാലൊടിഞ്ഞ പയ്യനത് മനസ്സിലായി. എന്നിട്ടും ആ ഒരു വാശി വേറെ ആരെയും കിട്ടാത്തതുകൊണ്ട് ഇവന്റെ മണ്ടയിൽ തീർക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ദില്ലിയും ഈ പയ്യനുമായിട്ട് സംസാരിക്കാൻ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവും. ദില്ലിയിൽ അത് ഏകദേശം സെയിം ഏജാണ്, പക്ഷേ കണ്ടു കഴിഞ്ഞ ഒരു പാവം പയ്യനാണ്. ഈ പയ്യന്റെ വീട് എവിടെയാണെന്നും മറ്റു കാര്യം ഫാമിലിയൊക്കെ ചോദിക്കും. അപ്പോൾ അവൻ അതിനെക്കുറിച്ചൊന്നുള്ള മറുപടി ഒന്നും പറയില്ല. ആ പയ്യൻ പറയും അന്നത്തെ ആ ഒരു ഇഷ്യൂവിന് ശേഷം അവൻ ആ ഒരു ടീമിൽ നിന്ന് തന്നെ ഇറങ്ങി ദില്ലി അവരുടെ ടീമിലേക്ക് ഈ പയ്യനെ വെൽക്കം ചെയ്യും. പക്ഷേ ഇതാ മറ്റേ കാലൊടിഞ്ഞ ആ പയ്യന് ഇഷ്ടമാവുന്നില്ല. അപ്പോൾ അവൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ ഈ ഇവർ തമ്മിലിങ്ങനെ ഇതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കുന്ന കാണുമ്പോൾ ഇവൻ അങ്ങ് നടന്നങ്ങ് പോകും. പിന്നെ ദില്ലിയും ഈ പയ്യനുമായിട്ടൊന്നും കാണുന്നില്ല. ഒരു വർഷത്തിന് ശേഷം ആക്സിഡന്റലി ഇതുപോലൊരു കബഡി പ്ലേ നടക്കുന്നു. ഓപ്പോസിറ്റ് വരുന്ന ഗ്യാങ് എന്ന് പറയുന്നത് ഈ പയ്യന്റെ ലീഡർഷിപ്പിൽ വരുന്ന ഒരു ഗ്യാങ് ആണ്. അന്ന് കണ്ടപ്പോൾ ഒരു അപ്പാവി പിടിച്ചൊരു ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്ത്, അതായത് ഭയങ്കര പാവത്താനായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്ത ആ പയ്യൻ ഇപ്പൊ കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അഗ്രസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ദില്ലി ഈ പയ്യന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് മാച്ച് സ്റ്റാർട്ട് ചെയ്യും. അന്ന് ആ മറ്റേ ടീമിലെ ഗ്യാങ് എങ്ങനെയാണോ ഓപ്പോസിറ്റ് ഗ്യാങ്ങിനെ ഫൗള് കാണിച്ച് കാലൊക്കെ വലിച്ച് ഒടിച്ചാണ് കബഡി പ്ലേ നടക്കുന്നത്, അങ്ങനത്തെ രീതിയിലാണ് അവർ ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നത്. അതേ രീതിയിൽ ഗ്യാങ്ങിലുള്ള ഫുൾ ടീമും അഗ്രസീവായിട്ട് കാല് വലിച്ചൊടിക്കലും എടുത്തെറിയലും അങ്ങനത്തെ രീതിയിലാവുന്ന സമയത്ത് ഇവർ തമ്മിൽ വീണ്ടും അടിയാവും. അതിൽ ദില്ലിയും ഈ പയ്യനുമായിട്ട് അടി ഉണ്ടാവുന്ന സമയത്ത് ദില്ലിയും ഈ പയ്യനെ പിടിച്ചു മാറ്റുന്ന സമയത്താണ് കൂടെ നിൽക്കുന്ന ഒരുത്തൻ റോളക്സ് വിട് നമുക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകും. ആ ഒരു ക്യാരക്ടറാണ് റോളക്സ് എന്ന് പറയുന്നത്.
ആ ഒരു കൊല്ലത്തിനിടയ്ക്ക് ഒരു നോർമൽ ഒരു പയ്യൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു അഗ്രസീവായിട്ടുള്ള പയ്യനായി മാറിയെന്നുള്ളത് നമുക്ക് പിന്നെ നോക്കാം. റോളക്സിനെ ആ ഒരു ഗ്യാങ് ടീം എന്തോ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകും. അങ്ങനെ ദില്ലി, ഇവൻ്റെ പേര് മനസ്സിലാവുന്നു, ദില്ലി ഓപ്പോസിറ്റ് മാറുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ആ ഒരു ഗാലറിയിൽ ഒരു പെൺകുട്ടി ഇരിപ്പുണ്ട്. ആ പെൺകുട്ടിയുടെ പേരാണ് വിജി. ദില്ലി അങ്ങോട്ട് ചെന്നൊരു പ്രശ്നം ഉണ്ടാക്കിയതല്ല, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിന് പ്രതികരിച്ചു എന്നുള്ള രീതിയിലാണ് ദില്ലി അവിടെ ഇത് ചെയ്തത്. ആ ഒരു റീസൺ കൊണ്ട് തന്നെ ആ പെൺകുട്ടിക്ക് ദില്ലിയുടെ അടുത്ത് ഒരു പ്രത്യേക ഒരു ക്രഷോ അല്ലെങ്കിൽ ഒരു ഇത് ഫീൽ ചെയ്യും. ഒരു ടൈമിൽ ദില്ലിയും ഈ പെൺകുട്ടിയും കൂടെ ഫേസ് ടു ഫേസ് കാണുന്നു. ഈ പെൺകുട്ടി ദില്ലിയുടെ അടുത്ത് തൻ്റെ ഇഷ്ടം പറയുന്നു. ദില്ലി അത് സമ്മതിക്കുന്നില്ല. ദില്ലി ഇങ്ങനെയാണ്, ഞാൻ ലേസിയാണ്, എനിക്ക് വീടില്ല, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, സാഹചര്യം ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരു 2 വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ദില്ലിയും ഈ പെൺകുട്ടിയും തമ്മിൽ ഇഷ്ടത്തിലായി. ആ പെൺകുട്ടി ദില്ലി എന്ന ഒരു ലേസി ക്യാരക്ടറിനെ മൊത്തത്തിൽ മാറ്റിയെടുത്ത് ഒരു എന്താ പറയുക, ഒരു മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറ്റി, ഒരു നീറ്റായിട്ടുള്ള ഒരാളായിട്ട് മാറ്റി. അവർ മാരേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടി ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇതിലേക്ക് അവരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ദില്ലിയും ഈ പെൺകുട്ടിയും. ആക്സിഡൻ്റലി റോളക്സ് എന്ന ക്യാരക്ടറിനെ വീണ്ടും ദില്ലി കണ്ടുമുട്ടുകയാണ്. വിജി എന്ന ക്യാരക്ടറിൻ്റെ അച്ഛനെ നാട്ടു റോഡിലിട്ട് വെട്ടി പീസാക്കുന്ന രീതിയിലുള്ള ഒരു വിഷ്വലാണ് ദില്ലി ഈ റോളക്സിനെ വീണ്ടും കാണുന്നത്. വിജി എന്ന ക്യാരക്ടറിന്റെ അച്ഛനെന്ന് പറയുന്നത് പോലീസിൽ വർക്ക് ചെയ്യുന്ന ഒരു കോൺസ്റ്റബിൾ ആയിട്ടുള്ള ഒരാളാണ്. പെൺകുട്ടി അലറിക്കൊണ്ട് ചെന്ന് വീഴുന്നു. ഇവന്റെ ഗ്യാങ് മെമ്പേഴ്സ് ഒന്ന് റോളക്സിനെ വലിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ആ ഒരു സീൻ അവിടെ അത്രയും ക്രിയേറ്റ് ആവുന്നു. അത് ക്രിയേറ്റ് ആയതിനു ശേഷം ദില്ലി ഈ റോളക്സിനെ തപ്പി നടക്കുന്നു. റോളക്സിനെ കുറിച്ച് അറിയുന്നില്ല, ഒന്നും കാണുന്നില്ല. അങ്ങനെ അവസാനം ഈ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഈ പെണ്ണിൻ്റെ അച്ഛൻ, വിജിയുടെ അച്ഛൻ്റെ ക്യാരക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പോലീസുകാരനെ കാണുന്നു. അത്യാവശ്യം പ്രായമുള്ള ഒരു പോലീസുകാരനാണ്. ആ പോലീസുകാരനുമായിട്ട് ദില്ലി സംസാരിക്കുന്ന സമയത്താണ് ഈ പോലീസുകാരൻ്റെ വായിൽ നിന്നാണ് ദില്ലി ആ കാര്യങ്ങളെല്ലാം അറിയുന്നത്. റോളക്സ് ഒരു വലിയൊരു മരുന്ന് കച്ചവട ഗ്യാങ്ങിൻ്റെ അകത്തെ മെമ്പറാണ്. ലീഡറല്ല, മെമ്പറാണ്. ആ ഗ്യാങ്ങിൻ്റെ ഹെഡായി നിൽക്കുന്ന ആ ഒരു ക്യാരക്ടറിനെ ലീഗലി തൊടാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഹെഡാണ് ആ ഒരു ഗ്യാങ്ങിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ ഒരു ക്യാരക്ടറിൻ്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് റോളക്സ്. ആ ഗ്യാങ് ഏതാണെന്നുള്ളത് പിന്നത്തെ കാര്യമാണ്. പക്ഷേ റോളക്സ് എന്ന ക്യാരക്ടർ അവിടെ നിന്നാണ് നമ്മളിപ്പോൾ കാണുന്ന ആ ഒരു കൊടൂര ബ്രൂട്ടൽ വില്ലനായിട്ടുള്ള റോളക്സ് ആയി മാറിയത്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ദില്ലിയുടെ അടുത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞപ്പോൾ ആ ഒരു ലേസി ആയിട്ടുള്ള ദില്ലി പുറത്തു വന്നു. ദില്ലി നേരെ വിജിയുടെ അടുത്ത് ചെല്ലുന്നു. വിജിയുടെ അടുത്ത് പറയുന്നു, അവനെ ഞാൻ വെറുതെ വിടില്ല. ആ രീതിയിലുള്ള ഒരു സംസാരം ഉണ്ടാവുന്നു. വിജി എന്ന ക്യാരക്ടറിന് അച്ഛൻ മാത്രമേ ഉള്ളൂ, അമ്മയൊക്കെ ഓൾറെഡി മുമ്പേ മരിച്ചതാണ്. ഇനി നീയും കൂടി ഇങ്ങനൊരു സിറ്റുവേഷനിൽ ചെന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി നിന്റെ ജീവിതവും കൂടെ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ്, പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന രീതിയിൽ ഇമോഷണലി ട്രാക്ക് ചെയ്ത് ദില്ലിയെ വീണ്ടും ആ ഒരു ലേസി ഇതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വിജി വിടില്ല. അങ്ങനെ ഇവർ കുറച്ച് ദൂരെ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാരേജ് ചെയ്യുന്നു. ദില്ലിയുടെ വൈഫ് പ്രഗ്നന്റ് ആവുന്നു. ചെറിയൊരു വാടക വീട്ടിലേക്ക് മാറുന്നു. അവിടെ വെച്ചിട്ടാണ് നമ്മളെ കൈദി സിനിമയ്ക്കകത്ത് ദില്ലി ഒരു പാസ്റ്റ് പറയുന്നുണ്ട്. വൈഫിനൊരു 2 പേരിൽ നിന്ന് ഒരു അറ്റാക്ക് ഉണ്ടാവുന്നു. ആ പ്രശ്നത്തിന്റെ പേരിൽ അവരെ കൊന്നിട്ടാണ് ദില്ലി ജയിലിൽ പോകുന്നതെന്ന്. റോളക്സ് റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ആ ഗ്യാങ്ങിലുള്ള 2 ഗ്യാങ് മെമ്പേഴ്സിൽ നിന്നാണ് ആ അറ്റാക്ക് ഉണ്ടാവുന്നത്. ദില്ലി ഓൾറെഡി പോലീസ് സ്റ്റേഷനിൽ പോയി ഇതുപോലെ ചോദിച്ച കാര്യവും റോളക്സിനെ തിരക്കി നടക്കുന്ന കാര്യമൊക്കെ അറിഞ്ഞപ്പോൾ റോളക്സിന്റെ ഗ്യാങ്ങിൽ നിന്ന് ഉണ്ടായ ഒരു ചെറിയൊരു സൂചനയാണ് വൈഫിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. നമ്മളെ ദില്ലി അവിടെ വെച്ചിട്ട് ഈ 2 എണ്ണത്തിനെ തീർക്കുന്നു, ജയിലിലേക്ക് പോകുന്നു. ദില്ലിയുടെ വൈഫ് ഡെലിവറിക്ക് ശേഷം മരിക്കുന്നു. കുട്ടി നേരെ ഓർഫണേജിലേക്ക് പോകുന്നു. ആ റൈറ്റ് ഹാൻഡ് ആയിട്ട് നിന്ന റോളക്സ് ഇൻഡിവിജ്വലി ഒരു ഗ്യാങ് ബിൽഡ് ചെയ്യുന്നു. ആ ഗ്യാങ്ങിൽ ലീഡറായി മാറുന്നു. വിക്രമിൽ കണ്ട ആ ഒരു ബ്രൂട്ടലായിട്ടുള്ള റോളക്സ് ആയിട്ട് മാറുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് റോളക്സിൻ്റെ പാസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ നോർമൽ പയ്യനെ റോളക്സ് ആക്കി മാറ്റിയെടുത്ത ആ ഒരു വലിയ ഗ്യാങ്ങിനൊരു ഹെഡ് ഉണ്ടായിരുന്നു, ദാഹ എന്ന ക്യാരക്ടറിൻ്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടാണ് റോളക്സ് നിന്നത്. റോളക്സ് അതിൽ നിന്ന് ഇറങ്ങുന്നു. പല സ്ഥലത്ത് നെറ്റ്വർക്കുള്ള ഒരു വലിയ മരുന്ന് കച്ചവട ബ്രാൻഡായി മാറുന്നു ഇന്ന് നമ്മൾ കണ്ട റോളക്സ്. ദാഹ എന്ന ക്യാരക്ടറിന് ആ ഒരു ഇമ്പാക്റ്റ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂലി എന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഇമ്പാക്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. എൻ്റെ ഇമാജിനേഷനിൽ റോളക്സിനെ റോളക്സാക്കി മാറ്റിയെടുത്ത ആ ഒരു ഗ്യാങ് ഹെഡാണ് ദാഹ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് കൈദി 2-ൽ റോളക്സ് വേഴ്സസ് ദില്ലിയാണ്. പക്ഷേ അത് ഈ സ്റ്റോറി ആയിരിക്കില്ല. ഇത് കംപ്ലീറ്റ് ആയിട്ടും എൻ്റെ ഇമാജിനേഷനിൽ വന്ന എൻ്റെ ഒരു വെർഷനായിട്ടുള്ളൊരു ത്രെഡാണ്. ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. റോളക്സ് വസ് ദാഹ പാർട്ട് 2. ആ ഒരു നോർമൽ പയ്യനിൽ നിന്ന് റോളക്സ് എന്ന ആ ഒരു ഗ്യാങ്ങായി മാറിയതിൻ്റെ
ഒരു കോൺസെപ്റ്റ് അത് വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഓൺ ഇമാജിനേഷനിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വേൾഡ്, അതിനകത്തെ ഫസ്റ്റ് ക്യാരക്ടർ ആയിട്ടുള്ള ഈസ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ഇവിടെ കൊടുത്തേക്കാം, അത് കണ്ടോളുക. അതിൻ്റെ സെക്കൻഡ് എപ്പിസോഡായിട്ടുള്ള പുതിയൊരു ക്യാരക്ടർ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പോസ്റ്റർ ഉടനെ ഉണ്ടാവും. റോളക്സ് vs ദാഹ പാർട്ട് 2, ബെൻസ് പാർട്ട് 2. ഇതൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. ഇതിനേക്കാൾ ഇഡിയോട്ടായിട്ടുള്ള മറ്റൊരു വീഡിയോ കാണാം. ഇറ്റ്സ് മീ അൻഷാൻ സാർ.